ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈം എന്ന ബൈൻഡിങ് മെറ്റീരിയലിനെ കുറിച്ചിട്ടാണ്. പണ്ട് കാലങ്ങളിൽ ഇന്ന് നമ്മൾ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? സിമൻ്റ് അല്ലേ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാ മേസണറി വർക്കുകൾക്കൊക്കെ സിമൻ്റാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സിമൻ്റ് കണ്ടെത്തുന്നതിന് മുൻപേ ആയിട്ട് ലൈമായിരുന്നു ബൈൻഡിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പം ആ ലൈമിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ലൈമിൻ്റെ കോമ്പോസിഷൻ, ലൈം എങ്ങനെ ഉണ്ടാവുന്നു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ലൈമിൻ്റെ ഫിഗറാണ്. അപ്പം ലൈം ഒരു വൈറ്റ് കളേർഡാണ്, ഒരു സ്റ്റോണ് പോലെ ഉണ്ട് അല്ലേ. ഈ ലൈമിനെ കുറിച്ച് പറയുന്നതിന് മുൻപേ ആയിട്ട് നമുക്ക് കാൽഷ്യം കാർബണേറ്റ് പറയണം. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ കാൽഷ്യം കാർബണേറ്റ് കാണുന്നത് ലൈം സ്റ്റോണ്, ചുണ്ണാമ്പ് കല്ലായിട്ട് കാണപ്പെടുന്നുണ്ട്. സീ ഷെല്ല്, കടലിലെ ഷെല്ലുകളില്ലേ, അതിലും ലൈം സ്റ്റോൺ കാണപ്പെടാറുണ്ട്. അതിലും കാൽഷ്യം കാർബണേറ്റ് കാണപ്പെടാറുണ്ട്. പിന്നെ കോറൽസ്, കാൻകർ, ഇതിലൊക്കെ കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്. ഇതിലൊക്കെയാണ് ലൈം സ്റ്റോണിലുണ്ട്, സീ ഷെല്ലിലുണ്ട്, കോറൽസിലുണ്ട്, കാൻഗാറിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാൽഷ്യം കാർബണേറ്റിൽ നിന്നാണ് കാൽഷ്യം ഓക്സൈഡ് അഥവാ ലൈം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഈ കാൽഷ്യം കാർബണേറ്റ് ലൈം സ്റ്റോൺ ആണെങ്കിൽ ലൈം സ്റ്റോൺ, അപ്പോൾ അതിൽ കാൽസിനേഷൻ നടക്കും. എന്താ കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എയറിൻ്റെ പ്രസൻസിൽ ചൂടാക്കുക ഈ കാൽഷ്യം കാർബണേറ്റിന്. അപ്പോൾ നമുക്ക് കാൽഷ്യം ഓക്സൈഡ് അഥവാ ലൈം കിട്ടും. അതിനോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. എന്താ പറഞ്ഞത്? ലൈം സ്റ്റോണിനെ കാൽസിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ ലൈമും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നു. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ലൈമാണ് ക്യുക്ക് ലൈം എന്ന് പറയുന്നത്. ഈ ക്യുക്ക് ലൈമിനെ കോസ്റ്റിക് ലൈം എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ക്യുക്ക് ലൈം ഒരു സ്റ്റേബിൾ അല്ല. അങ്ങനെ പറഞ്ഞാൽ ഈ ക്യുക്ക് ലൈം വെറുതെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് അന്തരീക്ഷത്തിൽ നിന്നും എയറിനെ ആഗിരണം ചെയ്യുകയും തിരിച്ച് കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഈ ലൈമിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യും, വെള്ളം ഒഴിക്കും. അപ്പം എന്തുണ്ടാവും? കാൽഷ്യം OH2. ഈ ക്യുക്ക് ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രേറ്റഡ് ലൈം അഥവാ കാൽഷ്യം OH2 ഉണ്ടാവും, CaOH2 ഉണ്ടാവും. അതിൻ്റെ ഫിഗറാണ് കേട്ടോ അത്. പിന്നെ എന്ത് ചെയ്യും? അത് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രേറ്റ് ലൈം പിന്നെ ലൈം സ്റ്റോൺ ആയിട്ട് മാറുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ ലൈം സ്റ്റോൺ തിരിച്ച് എന്ത് ചെയ്യും? നമ്മൾ കാൽസിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യുക്ക് ലൈമായിട്ട് മാറും. ഇതാണ് ഹൈഡ്രോളിക് ലൈം കേട്ടോ. ഈ ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്ലേക്കിംഗ്. അതുവഴി ഉണ്ടാകുന്ന ലൈമാണ് ഹൈഡ്രേറ്റഡ് ലൈം. ഇനി നമുക്ക് ലൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ലൈം 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിലെ ഇമ്പ്യൂരിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ആദ്യത്തേത് ഫാറ്റ് ലൈം. ഫാറ്റ് ലൈം എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. 95% കാൽഷ്യവും 5% ഇമ്പ്യൂരിറ്റീസുമാണ് ഫാറ്റ് ലൈമിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഫാറ്റ് ലൈമിൽ എന്താണ്? ഹൈ കാൽഷ്യമാണ് ഉണ്ടാവുക. ഈ ഫാറ്റ് ലൈമാണ് നമ്മൾ ഈ വൈറ്റ് വാഷിംഗ് ഒക്കെ ചെയ്യാറില്ലേ വീട്ടിൽ, ആ വൈറ്റ് വാഷിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നത് ഫാറ്റ് ലൈമാണ് കേട്ടോ. ഇതിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ റിച്ച് ലൈം എന്നും പറയാറുണ്ട്. അടുത്തത് ഹൈഡ്രോളിക് ലൈം. ഹൈഡ്രോളിക് ലൈം എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിൻ്റെ പ്രസൻസിൽ മാത്രമേ ഈ ഒരു ലൈം സെറ്റ് ആവുള്ളൂ. അതിൽ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഫീബ്ലി ഹൈഡ്രോളിക് ലൈം. ഫീബ്ലി ഹൈഡ്രോളിക് ലൈമിൽ ക്ലേ കണ്ടൻറ്റ് അഥവാ ഇമ്പ്യൂരിറ്റീസ് 5 മുതൽ 10% വരെയാണ്. മോഡറേറ്റ് ഹൈഡ്രോളിക് ലൈം ആണെങ്കിൽ അതിൽ 11 മുതൽ 20% വരെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം ആണെങ്കിൽ 21 മുതൽ 30% വരെ അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഹൈഡ്രോളിക് ലൈമിൽ എത്ര ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും?
5% മുതൽ 30% വരെയാണ് നമ്മുടെ ഹൈഡ്രോളിക് ലൈമിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുക. അതിൽ ഫീബിളിൽ 5 മുതൽ 10, മോഡറേറ്ററിൽ 11 മുതൽ 20, എമിനൻ്റ്ലിയിൽ 21 മുതൽ 30%. പുവർ ലൈം അഥവാ ഇംപ്യൂർ ലൈം പറഞ്ഞാൽ ഇതിൽ ഇമ്പ്യൂരിറ്റി 30%-ലും കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട കോഡ് ISA 7121973 പ്രകാരം നമ്മൾ ലൈമിനെ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് ഇ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്ലാസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമാണ്. എന്താണ് ക്ലാസ് എ എന്ന് പറഞ്ഞാൽ? എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമാണ്. ഇത് സാധാരണ സ്ട്രക്ചറൽ വർക്കുകൾ, ആർച്ചുകൾ, ഡോമുകളിലൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ക്ലാസ് എയിൽ ഉൾപ്പെടുന്നത് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമാണ് കേട്ടോ. ഇനി ക്ലാസ് ബിയിൽ സെമി ഹൈഡ്രോളിക് ലൈമൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇത് സാധാരണ മേസണറി വർക്കുകൾക്കൊക്കെയാണ് ഉപയോഗിക്കുക. ഇനി അടുത്തത് ക്ലാസ് സി എന്ന് പറഞ്ഞാൽ ഫാറ്റ് ലൈമാണ് കേട്ടോ. സാധാരണ വൈറ്റ് വാഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് ഫാറ്റ് ലൈമാണ് കേട്ടോ. പ്ലാസ്റ്ററിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ഇനി ക്ലാസ് ഡി ആണ്. ക്ലാസ് ഡി എന്ന് പറഞ്ഞാൽ ഡോളമൈറ്റ് ലൈമാണ് ഇതിൽ വരുന്നത്. മഗ്നീഷ്യം ഓർ ഡോളമൈറ്റ് ലൈമാണ് ക്ലാസ് ഡി വരുന്നത്. ക്ലാസ് ഇ കാൻഗാർ ലൈമാണ് കേട്ടോ. അത് ലൈം നോഡ്യൂൾസ് ബേൺ ചെയ്തിട്ടുണ്ടാവുന്നതാണ് കാൻഗാർ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, അങ്ങനെ ചോദിക്കും. ആസ് പെർ BIS ക്ലാസ് സി ലൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ഫാറ്റ് ലൈമാണ് അല്ലേ. ആസ് പെർ BIS ക്ലാസ് ഇ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? കാൻഗാർ ലൈം. ക്ലാസ് എഫ് എന്ന് പറഞ്ഞാൽ ഏതാ? സിലീഷ്യസ് ഡോളമൈറ്റ് ലൈം. ഓക്കെ, ഇത്രയാണ് നമുക്കുള്ളത്. ഇനി ലൈമിൻ്റെ കുറച്ച് പ്രോപ്പർട്ടിയാണ്. ലൈം ഈസിലി വർക്കബിൾ ആണ്. അതായത് വർക്കബിലിറ്റി പറഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അതിലെന്ത് ഓപ്പറേഷനും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നല്ല പ്ലാസ്റ്റിസിറ്റി ഉണ്ടായിരിക്കും. ഇതിന് നല്ല പ്ലാസ്റ്റിസിറ്റി ഉണ്ടായിരിക്കും. അത് പെട്ടെന്ന് സ്റ്റിഫാവും. മേസണറിക്ക് നല്ല സ്ട്രെങ്ത് കൊടുക്കും. അതായത് നമ്മൾ ഈ ലൈം വെച്ചിട്ട് മേസണറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നല്ല സ്ട്രെങ്ത് കിട്ടും. പിന്നെ മോയ്സ്ചറിന് നന്നായിട്ട് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ലൈമിനുണ്ട്. ഓക്കെ, ലൈം കണ്ടോ, മേസണറി വർക്കുകൾ, പ്ലാസ്റ്ററിങ് വർക്കുകളിലൊക്കെ ലൈം ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് പുറമെ ഒരു എക്സലൻറ്റ് സിമെൻറ്റ് ആൻഡ് അതേഴ്സ് ടു മേസണറി യൂണിറ്റ് പെർഫെക്റ്റ്ലി. അതായത് നല്ലൊരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു അദസീവാണ് അല്ലേ. മേസണറി യൂണിറ്റുമായിട്ട് നല്ല രീതിയിൽ ഒരു അദസീവാണ് നമ്മൾ ഈ ഒരു ലൈം എന്ന് പറയുന്നത്. ഇത് ലൈം വെച്ചുള്ള മേസണറി ഡ്യൂറബിൾ ആണ്. ഡ്രൈ ചെയ്ത് കഴിഞ്ഞാലും അതിലുണ്ടാകുന്ന ഷ്രിങ്കേജ് കുറവായിരിക്കും. ഇനി ലൈമിൻ്റെ ഉപയോഗങ്ങളാണ് നമുക്ക് പറയുന്നത്. ഇത് കോൺക്രീറ്റ്, ഇത് യൂസ്ഡ് ആസ് എ മാട്രിക്സ് ഫോർ കോൺക്രീറ്റ്. കോൺക്രീറ്റിലെ ഒരു മാട്രിക്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് പിന്നെ സ്റ്റോൺ വെയറുകൾ, ലൈമായിട്ടുള്ള സ്റ്റോൺ വെയറുകളിലൊക്കെ ബൈൻഡിങ് മെറ്റീരിയലായിട്ട്, സ്റ്റോൺ വെയർ ഉണ്ടാക്കാനൊക്കെ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് ലൈം ഉപയോഗിക്കാറുണ്ട്. പ്ലാസ്റ്ററിങ്, വാളിനും സീലിങ്ങും ഒക്കെ പ്ലാസ്റ്ററിങ് തേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കാറുണ്ട് ബേസ് കോട്ടായിട്ട്. അതായത് ഈ ഡിസ്റ്റേമ്പറിലൊക്കെ ബേസ് കോട്ടായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ടിമ്പറിൽ നോട്ടിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. പെയിൻറ്റ് ചെയ്യണതിന് മുന്നേ ഈ ടിമ്പറിലുള്ള ഹോളുകളൊക്കെ അടയ്ക്കുന്ന പ്രോസസ്സാണ് നോട്ടിങ് എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടും എന്തുപയോഗിക്കാറുണ്ട്? ഈ ഒരു ലൈം ഉപയോഗിക്കാറുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ സ്റ്റോണ്, ലൈം സാൻഡ്, ബ്രിക്ക് അതൊക്കെ ഉണ്ടാക്കാനും ലൈം ഉപയോഗിക്കാറുണ്ട്. ഇനി ലൈമിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ലബോറട്ടറി ടെസ്റ്റ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ ഫീൽഡിലും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ കോഡുകളാണ് കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പറയാനുള്ളത് ഫീൽഡ് ടെസ്റ്റുകളാണ് കേട്ടോ. ഫീൽഡ് ടെസ്റ്റുകളാണ്. വിഷ്വൽ എക്സാമിനേഷൻ. ക്ലാസ് സി ലൈം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് നല്ല പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കളറാണ് ഉണ്ടാവുക. ഹൈഡ്രോക്ലോറിക് ആസിഡ് ടെസ്റ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലൈമിൽ എത്ര കാൽഷ്യം കാർബണേറ്റ് ഉണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ടെസ്റ്റ് നടത്തുന്നത്. ഇനി ബോൾ ടെസ്റ്റ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബോൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ 3 ഓർത്ത് വയ്ക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നേരത്തെ ഫാറ്റ് ലൈമും ഹൈഡ്രോളിക് ലൈമും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫാറ്റ് ലൈമിൽ എത്ര ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5% ഇമ്പ്യൂരിറ്റീസ്, ക്ലേ ഇമ്പ്യൂരിറ്റീസ് ഫാറ്റ് ലൈമിൽ 5% ആണെങ്കിൽ ഹൈഡ്രോളിക് ലൈമിൽ എത്രയായിരുന്നു? 5 മുതൽ 30% ഇമ്പ്യൂരിറ്റീസ് ഹൈഡ്രോളിക് ലൈമിലുണ്ടാവും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇമ്പ്യൂരിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആലോചിക്കുക, ഇമ്പ്യൂരിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ലേക്കിങ് നടക്കും. സ്ലേക്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ലൈമിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം മോയ്സ്ചറൈസ്ഡും ഉണ്ടാവും അല്ലേ, ഹൈഡ്രേറ്റഡ് ലൈം ഉണ്ടാവും. ആ പ്രോസസ്സ് പെട്ടെന്ന് നടക്കും ഇമ്പ്യൂരിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ സ്ലേക്കിംഗ് പ്രോസസ്സ് വളരെ പെട്ടെന്ന് നടക്കും. പക്ഷേ ആ ലൈം സെറ്റ് ചെയ്യുക, നമ്മൾ സിമെൻറ്റൊക്കെ സെറ്റ് ചെയ്യാന്ന് പറയില്ലേ, സെറ്റ് ചെയ്യുന്ന ടൈം ഇമ്പ്യൂരിറ്റീസ് കുറയും തോറും സെറ്റ് ചെയ്യുന്ന ടൈം കൂടും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഞാൻ പറഞ്ഞെന്താ, സ്ലേക്കിംഗ് പ്രോസസ്സ് ഇമ്പ്യൂരിറ്റി കുറയുന്നതിനനുസരിച്ച് കൂടും. പക്ഷേ സെറ്റിംഗ് പ്രോസസ്സ് ഇമ്പ്യൂരിറ്റി കുറയുന്നതിനനുസരിച്ച് കൂടും അല്ലേ. ഇമ്പ്യൂരിറ്റി കുറയുന്നതിനനുസരിച്ച് സെറ്റിംഗ് പ്രോസസ്സ് സ്ലോ ആവും അല്ലേ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഫാറ്റ് ലൈമിൽ ക്ലേ കണ്ടൻറ്റ് കുറവാണ്, അപ്പോൾ അത് പെട്ടെന്ന് സ്ലേക്ക് ആവൂലേ അല്ലേ, പെട്ടെന്ന് സ്ലേക്ക് ആവും. പക്ഷെ എന്താവും, അത് സെറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? വളരെ സ്ലോ, വളരെ സാവധാനം മാത്രമേ അത് സെറ്റ് ആവുള്ളൂ. ഇനി ഹൈഡ്രോളിക്കിൽ എന്താണ്? ഇമ്പ്യൂരിറ്റീസ് കൂടുതലാണ്, അപ്പോൾ അതെന്ത് ചെയ്യും? സ്ലോ ആയിട്ട് സെറ്റ് ചെയ്യുള്ളൂ. പക്ഷേ സ്ലോ ആയിട്ടാണ് സ്ലേക്ക് ചെയ്യുള്ളൂ. പക്ഷെ സെറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക കേട്ടോ. ഇമ്പ്യൂരിറ്റീസ് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ലേക്ക് ആവും, ഇമ്പ്യൂരിറ്റീസ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ആയിട്ട് സെറ്റ് ആവും. ആ കാര്യങ്ങൾ ആലോചിച്ച് വയ്ക്കും. ഇനി ഹൈഡ്രോളിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലേക്കിംഗ് പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ് അല്ലേ. അപ്പോൾ അത് നല്ല കഴിവായിരിക്കും ഫാറ്റ് ലൈമിന് ഉണ്ടാവുക. ഇതും ഹൈഡ്രോളിക് പ്രോപ്പർട്ടി ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ കളറ്, ഫാറ്റ് ലൈമിന് പ്യുവർ വൈറ്റ് കളറാണ്. ഇതിൻ്റെ കളറ് ഈ ഫാറ്റ് ലൈമിന് അത്ര വൈറ്റ് ആയിരിക്കില്ല ഈ പറഞ്ഞ ഹൈഡ്രോളിക് ലൈം. ഇത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മുടെ ഫാറ്റ് ലൈം അത്ര സ്ട്രോങ് അല്ല, അതുകൊണ്ട് തന്നെ മേസണറി വർക്കുകൾക്കൊന്നും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് വളരെ സ്ട്രോങ് ആണ്. ഇത് നമ്മുടെ ഹൈഡ്രോളിക് ലൈം വളരെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മേസണറി വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാറ്റ് ലൈം നമ്മുടെ പെയിൻറ്റിങ് വർക്കുകൾ അല്ലെ, വൈറ്റ് വാഷിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്ററിങ് വർക്കിനും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഡാം പ്ലേസിലൊക്കെ, മേസണറി വർക്കുകളിലൊക്കെ, മോട്ടാർ ഉണ്ടാക്കാൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഹൈഡ്രോളിക് ലൈം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ലൈമിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.